ഇന്നത്തെ ഒരു ഔട്ട്ഡോർ ഫുഡ് ഡേ കണ്ടാലോ? അതായത് ഇന്ന് ഫുള്ള് നമ്മൾ ഫുഡ് കഴിച്ചത് വീട്ടിൽ നിന്നല്ല, പുറത്തു നിന്നാണ്. രാവിലെ നമ്മൾ സായുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് രാവിലെ ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു. അവർ മാത്രം ഫുഡ് ഉണ്ടാക്കിയുള്ളായിരുന്നു. പിന്നെ നമ്മൾ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് മസാല ദോശയായിരുന്നു കഴിച്ചത്. അവിടെ എല്ലായിടത്തും ഒരു ക്രിസ്മസ് വൈബാട്ടോ, ഫുൾ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. പിന്നെ ഇവിടുത്തെ ടി വിക്കകത്ത് ഫുൾ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കാം, വെറൈറ്റി സ്നാക്സിൻ്റെ റെസിപ്പീസ് ആട്ടോ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത്. പിന്നെ അത് നോക്കി കുറച്ച് നേരം ഇരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മസാല ദോശ കിട്ടിയത്. നന്നായിട്ട് ഇവിടുന്ന് നമുക്ക് ടൊമാറ്റോ ചട്നിയും സാമ്പാറും അതുപോലെ തന്നെ തേങ്ങാ ചട്നിയും ഉണ്ടായിരുന്നു. ചെറിയൊരു മസാല ദോശയായിരുന്നു കേട്ടോ, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം. പിന്നെ നമ്മൾ 2 കോഫിയും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. സായു നല്ല ഉറക്കമാണ്, അവൻ എഴുന്നേറ്റേ ഇല്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കുന്നിടം വരെ അവൻ ഫുൾ ഉറക്കമായിരുന്നു. അപ്പം നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എളുപ്പം ഇറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയത് എൻ്റെ അമ്മ വീട്ടിൽ പോയി നമ്മൾ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഫുള്ളൊരു ഔട്ട്ഡോർ ഫുഡിങ് ഡേ ആയിരുന്നു ഇന്ന്. അവിടുന്ന് നമുക്ക് ചോറുണ്ടായിരുന്നു, മീൻ വറുത്തം ഉണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, മോര് കറി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിഭവസമൃദ്ധമായ ഫുഡടിയായിരുന്നു. അപ്പം നമ്മൾ അതെല്ലാം കൂടെ കൂട്ടി ഉച്ചയ്ക്ക് ചോറുണ്ട്. സാവിന് നമ്മൾ ചോറും കൂടെ ആയിരുന്നു അവന് കൊടുത്തത്. പിന്നെ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ രാത്രി നമ്മൾ ഷാനുവിൻ്റെ വീട്ടിൽ പോയിട്ട് തേങ്ങാച്ചോറും ബീഫ് കറിയും അതുപോലെ തന്നെ ബീഫ് ഫ്രൈ ചെയ്തതും പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു, സലാഡ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂട്ടി നമ്മൾ വൈകിട്ടും ഫുഡ് കഴിച്ചു. അപ്പം ഇന്ന് അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.